പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പുസ്തക കളിയാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ ഒരു പുസ്തക കളി. ഇത് കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പുതിയ പുസ്തകങ്ങൾ അവർക്ക് പരിചയപ്പെടാനുള്ള അവസരമുണ്ടാകും. അതോടൊപ്പം എഴുത്തുകാരെയും അതിലെ കഥാപാത്രങ്ങളെയും അടുത്തറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പുസ്തക കളി വഴി ഒരുങ്ങുന്നത്. നേരത്തെ പറയുന്നത് പോലെ പുസ്തകം കുട്ടികളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നു. കുട്ടികളുടേത് എന്നല്ല, വായനക്കാരുടെ അറിവ് വർദ്ധിപ്പിക്കുന്നു. പുതിയ ലോകത്തിലേക്ക് അവർക്ക് സഞ്ചരിക്കാനാകുന്നു. അവരുടെ ലോകം വിശാലമാകുന്നു. ഇനി ഞാൻ എന്താണ് ഈ പുസ്തകക്കളി എന്നതിലേക്ക് വരാം. പുസ്തകങ്ങളുടെ ടൈറ്റിലുകൾ, തലക്കെട്ടുകൾ, പുസ്തകങ്ങളുടെ പേരുകൾ കൂട്ടിച്ചേർക്കുന്ന ഒരു പരിപാടിയാണിത്. ഒരു ഉദാഹരണം പറയാം. 2 പുസ്തകം. ഒന്ന് എഴുതിയത് പാറപ്പുറത്ത് എന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ശരിയായ പേര് KE മത്തായി എന്നാണ്. വേറൊരു നോവൽ മഹാഭാരതവുമായി ബന്ധപ്പെടുത്തി PK ബാലകൃഷ്ണൻ എഴുതിയതാണ്. ഞാൻ അതിനെ ഇങ്ങനെയാണ് ചേർത്ത് വെക്കുന്നത്: അരനാഴിക നേരം ഇനി ഞാൻ ഉറങ്ങട്ടെ. വെറും 2 പുസ്തകങ്ങൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം, അരനാഴിക നേരം ഇനി ഞാൻ ഉറങ്ങട്ടെ, പൂർണ്ണ അർത്ഥമുണ്ടെന്ന് പറയാനാവില്ല. എന്നാലും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു സാധാരണ സ്കൂൾ കുട്ടി ഈ 2 പുസ്തകങ്ങളും ചേർത്ത് പറയുമ്പോൾ ഗ്രേഡ് കൊടുക്കാൻ സാധിക്കും. ബിയോ സിയോ, അത് നിങ്ങളുടെ ഇഷ്ടം. നിമ്ന വിജയൻ എന്ന പുതുതലമുറയിലെ എഴുത്തുകാരിയുടെ പുസ്തകമാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നത്. അതിനോട് ചേർത്ത് ഞാൻ പറയുന്നു, CV ബാലകൃഷ്ണന്റെ ചെറുകഥകളുടെ സമാഹാരം ഭൂമിയെപ്പറ്റി അധികം പറയേണ്ട. രണ്ടും കൂടി പറയുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഭൂമിയെപ്പറ്റി അധികം പറയേണ്ട. അതിനും ഒരു BO CO ഒക്കെ കൊടുക്കാം. ഇങ്ങനെ പുസ്തകങ്ങൾ തമ്മിൽ ചേർക്കുന്ന ഒരു കളിയാണ് ഇത്. ബെന്യാമിന്റെ ഒരു പുതിയ പുസ്തകമുണ്ട്. ഒരു പേര് നീണ്ട പുസ്തകമാണ്. ആടുജീവിതമൊക്കെ എഴുതിയ ബെന്യാമിന്റെ പുതിയ നോവലാണ് മൾബറി എന്നോട് നിന്റെ ഡോർബയെ കുറിച്ച് പറയൂ എന്നത്. അതിന്റെ മുൻപേ KA സെബാസ്റ്റ്യന്റെ കഥകളുടെ ഒരു സമാഹാരമുണ്ട്, അന്ത്യകൂദാശയുടെ പിറ്റേന്ന്. അപ്പൊ രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ അതൊരു വാക്യമായി മാറുന്നു. ഒരു തമാശ കൂടി ആക്കാൻ പറ്റിയ ഒരു പുസ്തകം, 2 പുസ്തകം പറയാം. സ്ഥലത്തെ പ്രധാന ദിവ്യൻ, അത് ബഷീറിന്റെ നോവലാണ്. സ്ഥലത്തെ പ്രധാന ദിവ്യൻ. ഡോക്ടറെ, എൻ്റെ കുട്ടി ഓക്കെ ആണോ? രസകരമായ ഒരു കൂട്ടിച്ചേർക്കലാണിത്. ഇനി വേറൊന്ന്, 3 പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്തത്. ഒരിക്കൽ തപോമയിയുടെ അച്ഛൻ ഹിമാലയത്തിലെ ഗുരുക്കന്മാരോടൊപ്പം, പൂർണ്ണവാക്യമാകുന്നില്ലെങ്കിലും അതിനും ഒരർത്ഥമുണ്ട്. ഇതേപോലെ
നിങ്ങൾക്കും പുസ്തകങ്ങൾ ചേർത്ത് വെച്ച് ഈ ഒരു കളി കുട്ടികളെ പരിശീലിപ്പിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ചേർത്ത് വെച്ച് വിജയിക്കുന്നവരായിരിക്കും ആ സ്കൂളിലെ ബുക്ക് സ്റ്റാർ. അങ്ങനെയാണ് ഞാൻ അതിനെ വിളിക്കുന്നത്, ബുക്ക് സ്റ്റാർ. ഇനി വേറൊന്ന്, പി നരേന്ദ്രനാഥിന്റെ ഒരു നോവലുണ്ട്, വികൃതി രാമൻ. തകഴിയുടെ നോവലുണ്ട്, തോട്ടിയുടെ മകൻ. ഇത് രണ്ടും കൂട്ടിച്ചേർത്താൽ തോട്ടിയുടെ മകൻ, വികൃതി രാമൻ. വേറൊരു പുസ്തകമുണ്ട്, പട്ടം പറത്തുന്നവൻ. ഇപ്പൊ മൂന്നും ചേരുമ്പോൾ തോട്ടിയുടെ മകൻ, വികൃതി രാമൻ, പട്ടം പറത്തുന്നവൻ എന്ന് ആയി മാറുന്നു. ഉറൂബിന്റെ പ്രശസ്തമായ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. അതുപോലെ തന്നെ വേറൊരു പുസ്തകമുണ്ട്, ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്ന വേറൊരു പുസ്തകമാണ് ഈ നിമിഷത്തിൽ ജീവിക്കൂ. രണ്ടും കൂട്ടിച്ചേർത്താൽ സുന്ദരികളും സുന്ദരന്മാരും ഈ നിമിഷത്തിൽ ജീവിക്കൂ എന്നാകും. ബാബു രാമചന്ദ്രന്റെ കുറിപ്പുകൾ, പറഞ്ഞു തീരാത്ത വല്ലാത്ത കഥകൾ. അതിൻ്റെ കൂടെ എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ കൂടി ചേർത്താൽ അത് മനോഹരമാകും. പറഞ്ഞു തീരാത്ത വല്ലാത്ത കഥകൾ, ഒരു ദേശത്തിന്റെ കഥ. ഈ കളി നിങ്ങളുമൊന്ന് കളിച്ചു നോക്കൂ. എന്നിട്ട് അഭിപ്രായം പറയണം. ഞാൻ പറഞ്ഞതിനേക്കാൾ അപ്പുറം വളരെ രസകരമായി ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. എല്ലാവർക്കും നന്ദി.